ഇങ്ങനെയൊരു സദസ് അറേഞ്ച് ചെയ്തത് അല്ലെങ്കിൽ വേദി അറേഞ്ച് ചെയ്തത് ആന്റണിയാണ്. കാരണം ആദ്യഭാഗ ശിഷ്യന്മാരിൽ ഒരാളാണ് ആന്റണിയായിട്ട്. അദ്ദേഹം സന്തോഷ് കുമാരേട്ടനൊക്കെ സലീം മാഷൊക്കെ ഇതിന്റെ വളരെ സജീവമായി പ്രകൃതിയുള്ള സമിതിയുടെ പ്രവർത്തകരും അതിനോടൊപ്പം ആ ശ്രമത്തിന്റെ പ്രവർത്തകരുമാണ്. അപ്പോൾ മണിയേട്ടനെ കുറിച്ച് ഒരു പക്ഷേ മിക്കവർക്കും അറിയാം, ചില ആളുകൾക്ക് അറിയില്ലായിരിക്കാം. നമ്മളൊക്കെ യോഗ എന്ന് കേൾക്കുമ്പോൾ യോഗയുടെ അത്യുന്നതയിലെത്തിയ ഒരു വ്യക്തിത്വമാണ് മണിയേട്ടൻ. എന്താ യോഗയുടെ അത്യുന്നതി എന്ന് വെച്ചാൽ സമാധി. മുൻകൂട്ടി പറഞ്ഞ സമയത്ത്, മുൻകൂട്ടി പറഞ്ഞ രീതിയിൽ, മുൻകൂട്ടി നിശ്ചയിച്ച സമയത്ത് തന്നെ തന്റെ ജീവൻ സമാധിയിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു മഹാത്മാവാണ് മണിയേട്ടൻ. അപ്പോ യോഗയെ കുറിച്ച് അവിടുന്ന് പഠിക്കാൻ പറ്റുക, അവിടുന്ന് അറിയാൻ പറ്റുക എന്നുള്ളതിൽ കവിഞ്ഞ് വേറൊരു മഹാഭാഗ്യം ഒരാൾക്ക് ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരുപാട് പേരിൽ ഒരാളാണ് ഞാൻ. അപ്പോ ആ സദ്ഗുരു ആശ്രമത്തില് എന്താണ് നടത്തുന്നത്, അവിടുത്തെ ആക്ടിവിറ്റീസ് എന്താണ് എന്നുള്ളത് ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളെല്ലാവരും അറിയണം എന്നുള്ള ഉദ്ദേശത്തിലാണ് എനിക്ക് ഈ ഒരു സമയം അനുവദിച്ചു തന്നിരിക്കുന്നത്. സോ അവിടെ ബഹുമാനപ്പെട്ട ഇന്നത്തെ ഉദ്ഘാടനം കെ ചന്ദ്രേട്ടൻ, ജേക്കബ് സാറ്, സലീം മാഷ് എല്ലാവരും മണിയേട്ടനുമായിട്ട് വളരെയധികം ആത്മബന്ധമുള്ള സുഹൃത്തുക്കളാണ്. അപ്പൊ തന്നെ മണിയേട്ടൻ ഈ മേഖലയിലുള്ള ബന്ധവും അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ എന്തുമാത്രം പ്രവർത്തിച്ചു എന്നുള്ളതിനും നമുക്ക് യാതൊരുവിധ ഡൗട്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് മണിയേട്ടന്റെ പ്രവർത്തനങ്ങൾ എന്നുള്ളത് അറിയാതെ പോകരുത്. ഒന്ന്, അവിടെ എല്ലാ ഞായറാഴ്ചയും സൗജന്യമായിട്ട് യോഗ പരിശീലനം മണിയേട്ടൻ തുടങ്ങി വെച്ച് 2.5 വർഷത്തോളമായി അന്ന് മുതൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ ഞായറാഴ്ചയും 3 മണിക്ക് അവിടെ എത്താം. 4:30 വരെ ഈ ജേക്കബ് സാറ് സംസാരിച്ചതുപോലെ ആരോഗ്യത്തെ കുറിച്ച് അല്ലെങ്കിൽ ആധ്യാത്മികതയെ കുറിച്ച് അതല്ലെങ്കിൽ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിവിധ മേഖലകളെ കുറിച്ചുള്ള സത്സംഗം ഉണ്ടാകും. അതിനുശേഷം 1 മണിക്കൂർ ആണുങ്ങൾക്കൊരു സ്ഥലത്ത്, പെണ്ണുങ്ങൾക്ക് വേറൊരു സ്ഥലത്തായിട്ട് യോഗ പരിശീലനം സൗജന്യമായി നടക്കുന്നുണ്ട്. ഇത് കാലങ്ങളായി നടന്നു വരുന്നതാണ്, ഇപ്പോഴും അതേപോലെ തന്നെ നടന്നു വരുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, അവിടെ സാധകര് ഉപയോഗിക്കാനൊക്കെ നമ്മൾ പറയും. അത് ലഭിച്ച ആളുകൾക്ക് അവിടെ നടക്കുന്ന പരിശീലനങ്ങളും പ്രാക്ടീസുകളും പലതും ഉണ്ടെങ്കിലും ഞാൻ അതിലേക്ക് ഇപ്പൊ കൂടുതൽ പോകുന്നില്ല. എന്തായാലും യോഗയിലൂടെ ശാശ്വതമായ ആരോഗ്യവും സമാധാനവും നേടുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മളുടെയൊക്കെ ആവശ്യം. അത് മാത്രം പ്രതിപാദിക്കുന്നു എന്ന് മാത്രം. എന്തായാലും അതും കൂടെ അവിടെ നടക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സമാധി ആയതിനു ശേഷം അവിടെ ഒരു സമാധി മണ്ഡപം എന്നെപ്പോലെ അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ജീവിതത്തിൽ അടിത്തറ പാകിയ അദ്ദേഹത്തിന്റെ ഒരു സമാധി മണ്ഡപം അവിടെ വളരെ ഭംഗിയായി പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ജീവിത സമാധി നടന്ന സമാധി മണ്ഡപങ്ങളിൽ വന്ന് ജപിക്കുന്നതും അവിടെ അല്പസമയം ചെലവഴിക്കുന്നതും മനസ്സിനും ശരീരത്തിനും എന്തുമാത്രം ഉണർവും ഊർജവും നൽകും എന്നുള്ളത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ടുള്ള എല്ലാവർക്കും അറിയാം. അങ്ങനെ ആർക്കെങ്കിലും ഇതുവരെ പോകാൻ പറ്റാത്തവരോ അല്ലെങ്കിൽ ഇനിയും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരോ ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്ത് ചിറ്റൂരിൽ 4 കിലോമീറ്റർ മാത്രം അകലെയുള്ള സദ്ഗുരു യോഗാശ്രമം എന്നുള്ള ആശ്രമത്തിലേക്ക് എല്ലാവരെയും ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാ ഞായറാഴ്ചകളിലും 3 മണിക്ക് മുമ്പ് അവിടെ എത്തിയാൽ നിങ്ങൾക്ക് സത്സംഗത്തിനും കൂടി യോഗയും പഠിച്ച് ആ സമാധി മണ്ഡപത്തിൽ അല്പസമയം തന്നെ ജപിച്ച് അവിടുത്തെ സാഹചര്യം മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. പിന്നെ വിശ്വാനുഭവം കൊണ്ടും ഗുരുകൃപ കൊണ്ടും കുറേ സ്ഥലങ്ങളിൽ ഗുരുവിനേട്ടനിലൂടെയും അദ്ദേഹം നയിച്ച വഴിയിലൂടെയും പല സ്ഥലങ്ങളിലും പഠിപ്പിക്കാനും അതിലൂടെ പഠിക്കാനും ഒക്കെ ഭാഗ്യവിദ്യയുടെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം മാത്രം ഞാൻ സൂചിപ്പിക്കാം. പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് യോഗ എന്ന് വെച്ചാൽ രാവിലെ ഒന്നിച്ച് കൈകാലത്തെ വളച്ച് എന്തൊക്കെയോ ചെയ്യുന്നതാണ് യോഗ എന്ന് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്.
ഇത് ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. അത് സത്യസന്ധമായിട്ട് നമ്മൾ ഉൾക്കൊള്ളണം. കാരണം ഗുരു മണിയാക്കനെ പോലുള്ള ഒരാളിൽ നിന്നും എന്തൊക്കെയോ മനസ്സിലാക്കാൻ ബാധ്യതയുള്ള ഒരാൾക്ക് ഇത്രയും നല്ലൊരു സദസ്സില് ഒരു അവസരം തരുമ്പോൾ ഇത് ഞാൻ പറയാതെ പോകരുത്. യഥാർത്ഥത്തിൽ യോഗ ചെയ്താൽ ശാരീരികമായും മാനസികമായും വൈകാരികമായും മറ്റു തലങ്ങളിലെല്ലാം നമ്മൾക്ക് വളർച്ചയുണ്ടാവും, ഉയർച്ചയുണ്ടാവും. അതിൽ യാതൊരുവിധ സംശയം വേണ്ട. പക്ഷേ അത് രാവിലെ എനിക്ക് ചെയ്യുന്ന കുറെ ശാരീരിക ആസനങ്ങളിലൂടെ മാത്രമല്ല അതുണ്ടാവുന്നു. ഇന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ എക്സാമിന്റെയും മണിയേട്ടന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുവായിട്ടുള്ള ചന്ദ്രേട്ടനും ജോസഫാനും ഒക്കെ പറഞ്ഞു ആ കാര്യം. നമ്മൾ യമനിയമങ്ങൾ, യോഗയിൽ പറയുന്ന യമനിയമങ്ങൾ, ഭക്ഷണം, ചിന്ത, ജീവിതചര്യ, ഇതൊക്കെ പാലിച്ചുകൊണ്ട് ആരാണോ യോഗാസനങ്ങളെ പ്രാണായാമം ചെയ്യുന്നത് അവർക്കാണ് യഥാർത്ഥത്തിൽ യോഗയുടെ ഈ അത്യുന്നതിയില് അല്ലെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും കിട്ടുക എന്നുള്ളത് ഗുരു നാനക്കിന്റെ ശിഷ്യനായ ഞാൻ ഇത് പറഞ്ഞില്ലെങ്കിൽ അത് ഗുരുവിനോട് ചെയ്യുന്ന തെറ്റാണ്. കാരണം ഈ അടുത്ത കാലത്ത് ഇന്ത്യയിൽ അതൊക്കെ പല സംസ്ഥാനങ്ങളിലും ഇന്ത്യയിൽ പുറത്തും പല രാജ്യങ്ങളിലും പോകാൻ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ അടുത്ത കാലത്ത് സിംഗപ്പൂരിലുണ്ടായ അനുഭവം, എയർപോർട്ടിന്റെ ഒരു വ്യക്തിയെ പരിചയപ്പെട്ടു. എയർപോർട്ടിൽ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു. ആദ്യം ഞാൻ അദ്ദേഹത്തോട് കുറെ കാര്യങ്ങൾ ചോദിച്ചു. അപ്പൊ അദ്ദേഹം എല്ലാത്തിനും മറുപടി പറഞ്ഞു. അവസാനം എൻ്റെ അടുത്ത് ചോദിച്ചു, സാറിന്റെ വീട് എവിടെയെന്ന് ചോദിച്ചു. ഞാൻ എവിടെയെന്ന് ചോദിച്ചു. ഞാൻ ഇന്ത്യയിലാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഭാരതത്തിൽ നിന്നാണ്, ഞങ്ങളുടെ ഇന്ത്യയിൽ പറഞ്ഞു ഭാരതത്തിലാണെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഉടനെ പറഞ്ഞ മറുപടി ഐ ലവ് വെരി മച്ച്. ഇങ്ങനത്തെ ഇംഗ്ലീഷ് ആയിരുന്നു. എന്ന് വെച്ചാൽ പറഞ്ഞതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, എനിക്ക് ഇന്ത്യയെ വളരെയധികം ഇഷ്ടമാണ്. ആ പൊന്നു പോകുന്നതിൽ ഒരു തവണയെങ്കിലും കാലുകൊള്ളണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് സാറിന്. ഞാൻ സത്യം പറഞ്ഞ ഞാനിൽ നിന്ന് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട് ആ നിമിഷം. അടുത്തത് എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ അത് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ യോഗ പഠിപ്പിക്കുന്നു, കൗൺസിലിങ്ങും പാരമ്പര്യ വൈദ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞപ്പോ എൻ്റെ അടുത്ത് പറഞ്ഞ മറുപടി എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. പ്ലീസ് ഹെൽപ്പ് മീ ഫോർ എൻലൈറ്റ്മെന്റ് എന്നാ പറഞ്ഞു. എന്ന് വെച്ചാൽ എന്നെ മോക്ഷത്തിന് സഹായിക്കുമെന്ന്. ഇന്ത്യയിൽ വരാത്ത ഒരു വ്യക്തി യോഗ മോക്ഷത്തിന് വേണ്ടിയുള്ളതാണ് എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്നു. ഇന്ത്യയിലില്ലാതെ യോഗ ഇന്ത്യക്കാരായ നമ്മൾക്ക് ഇപ്പോഴും വയറ് കുറയ്ക്കാനും തലവേദന മാറ്റാനുള്ള സാധനമായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിനെ തെറ്റായിട്ട് പറഞ്ഞതല്ല. യോഗത്തിൽ ശാരീരികമായിട്ടുള്ള എല്ലാ പ്രോബ്ലങ്ങളും പരിഹരിക്കാനുള്ള കഴിവുണ്ടെങ്കിലും അതിനെ ആ ചെറിയ കുട്ടിയുടെ അടക്കരുത്. അതിന് മഹത്തായ ഒരു ലക്ഷ്യവും മഹത്തായ ഒരു ഔന്നത്യമുള്ള ഒരു ശാസ്ത്രമാണ് യോഗ. അത് ഋഷിശിരന്മാരിലൂടെ നമ്മളിലേക്ക് എത്തിയിരിക്കുന്നു. ഞാനും അങ്ങനെ ഒരു ഋഷി പരമ്പരയിൽപ്പെട്ട ഒരു ഗുരുവിന്റെ ശിഷ്യനായതുകൊണ്ട് എനിക്ക് ഒരു വീട് കണ്ടപ്പോൾ അത് സൂചിപ്പിക്കണം എന്ന് മനസ്സിൽ പറയുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഋഷി പരമ്പരയിൽപ്പെട്ട ഗുരുതരയിലൂടെ യോഗ അഭ്യസിക്കാനും അല്ലെങ്കിൽ ആ പരമ്പരയിലൂടെ യോഗ അഭ്യസിക്കാനും അതിലൂടെ ശാശ്വതമായ ആരോഗ്യവും സന്തോഷവും സമാധാനവും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അവിടെ സമാധി മണ്ഡപത്തിന്റെ പണി നടക്കുന്നതിനാൽ അതിലേക്ക് സാധിക്കുന്ന സംഭാവനകൾ നൽകിയും അവർക്ക് ഭാഗമാവാനുള്ള അവസരമുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിനകത്തോ അല്ലെങ്കിൽ സാറിന്റെ അടുത്തോ അസംതൃപ്തമായതിന്റെ അടുത്തോ സന്ധ്യയുടെ അടുത്തോ എല്ലാവരുടെ അടുത്തും ബന്ധപ്പെട്ടാൽ മതി. അവരെല്ലാം അവരുടെ പ്രവർത്തനങ്ങളിൽ സജീവമായി മുന്നിൽ നിന്നും നേതൃത്വം നൽകുന്ന ആളുകളാണ്. ഈ അവസരത്തിൽ എനിക്ക് ഇങ്ങനൊരു സാഹചര്യം തന്നതിൽ ഗുരുവിനെ പറ്റി രണ്ടു വാക്ക് പറയാൻ അവസരം തന്ന ഇതിന്റെ പ്രവർത്തിച്ച എല്ലാവർക്കും ആത്മാർത്ഥമായി നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ടെങ്കിൽ സന്തോഷം. എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. നന്ദി, നമസ്കാരം.